ഇത് മാത്രമല്ല, ഒരു തവണ ഇത് നടപ്പാക്കപ്പെട്ടാൽ പിന്നെ അടുത്തത് ഇപ്പോൾ ഈ പറഞ്ഞ ഹെഡ്ഗേവാറിൻ്റെ പേരിലാണെങ്കിൽ പിന്നെ സവർക്കറുടെ പേര് വരും, പിന്നെ ഒരു ദിവസം ഗോഡ്സെയുടെ പേര് വരും. ഇപ്പോൾ എന്താണ് ഈ നമ്മുടെ കാലിക്കറ്റ് NIT തന്നെയുള്ള ഷൈജ ആണ്ടവൻ തിരിച്ചു കയറിയല്ലോ. ഒരു പേരിനൊരു പ്രതിഷേധമുണ്ടായെങ്കിലും തിരിച്ചു കയറിയല്ലോ അവർ. അപ്പോൾ അങ്ങനെ ഷൈജ ആണ്ടവനിലൂടെയും പ്രേമയിലൂടെയുമൊക്കെ ഇത്തരം പേരുകളെ സാധാരണമാക്കാൻ, സ്വീകാര്യമാക്കാൻ ശ്രമം നടക്കും. പക്ഷെ അത് പ്രതിരോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി, ഈ RSSന്റെ 100ാം വർഷത്തിൽ ഒരു ദൗത്യം എന്ന നിലയിൽ ഏറ്റെടുക്കുകയാണോ ഇവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ? ഈ പേരുകളെല്ലായിടവും പ്രചാരം നേടുന്ന രൂപത്തിലേക്കാക്കാൻ കഴിയുമോ എന്നൊക്കെ ശ്രമിക്കുന്നുണ്ടാകാം. ഓഷ്യാനസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ CSR ഫണ്ട് കൊടുത്തിരിക്കുന്നത് എന്നാണ് അവരുടെ പേരെന്ന് തോന്നുന്നു. ആ കമ്പനി ഏതാണെന്ന് നമ്മൾ പരിശോധിക്കണം. അവരുടെ താല്പര്യം എന്താണെന്ന് പരിശോധിക്കണം. മറ്റു പല കമ്പനികളും ഇതേ രൂപത്തിൽ CSR ഫണ്ടിന് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതും നാം നോക്കണം. അതൊക്കെ എങ്ങനെയാണ് രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത്? ഒരിടത്തത് ഒരു തദ്ദേശ സ്ഥാപനം വഴിയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അത് ഏത് രൂപത്തിലാണ് വരാൻ പോകുന്നത് എന്ന ജാഗ്രത പാലക്കാട് നമുക്ക് നൽകുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു തീർക്കാം. എന്തേ ഇപ്പോൾ ഈ ഭരണസമിതിക്ക് ഇത്രയും പ്രത്യേക താല്പര്യം ഈ കാര്യത്തിൽ? ഹെഡ്ഗേവാറിനെ കോർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം നമുക്കറിയുന്നതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ചേരിപ്പോര്. ആ ഘട്ടത്തിൽ ശക്തമായി ഔദ്യോഗിക BJP പക്ഷത്തിനെതിരെ നിലപാടെടുത്ത വിമതസ്വരങ്ങളിൽ ഒന്നായിരുന്നു ഈ പ്രേമയും, അല്ലേ, കൃഷ്ണദാസുമൊക്കെ. ഇന്ന് ഇവരെല്ലാവരും ആ വേദിയിലുണ്ടായിരുന്നു. ആ പ്രശ്നം പരിഹരിച്ചതാരാ? RSS ആണ്. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ അവരുടെ കൂറ് തെളിയിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയായി അവരിത് ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ മണ്ണ് അതിന് വിട്ടുകിട്ടില്ല.